चैन कहीं ना पावे 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 जो खड़ जावे सारी रात नींद ना आवे मैनू बड़ा तड़ എല്ലാവർക്കും നമസ്കാരം. രാവിലെ കുളിയൊക്കെ കഴിഞ്ഞ് കാപ്പികുടിയൊക്കെ കഴിഞ്ഞ് പുള്ളി ടിവിയുടെ മുമ്പിലോട്ടിരിക്കുക. അപ്പോഴേ ബുക്കെടുത്തൊന്ന് കളർ ചെയ്യാൻ പറഞ്ഞു. അന്നേരം വലിയ മടിയാ. അപ്പൊ അതിനിപ്പം വന്ന് ബുക്കെടുത്ത് എന്തോ ഓഫറാ പറഞ്ഞൊക്കെ അറിയാവോ, ബിരിയാണി വെച്ച് കൊടുക്കാമെന്ന്. അപ്പൊ ബിരിയാണിയുടെ രുചി ഓർത്തു പുസ്തകം എടുത്തോട്ട് പോവുക കളർ ചെയ്യാൻ. അവിടെ ഇരുന്ന് ബുക്കൊക്കെ ഇങ്ങനെ പതുക്കെ എടുത്തോണ്ടിരിക്കുക. വലിയ ഭാരം പോലൊക്കെ പൊക്കി വെച്ച് നോട്ടുമൊക്കെ വെക്കുന്നു. ഒന്ന് രണ്ടെണ്ണമൊക്കെ കളർ ചെയ്ത് വെച്ചിരിക്കുക. അതിന്റെ ബാക്കിയാ ചെയ്യുക. സ്പീഡുണ്ട്. ഓഹോ, പെട്ടെന്ന് ബിരിയാണിയുടെ ടേസ്റ്റ് ഓർത്ത് അങ്ങ് സ്പീഡ് കൂടുക. പിന്നെ ഈ വീഡിയോ കാണുന്നവര് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക്, ഷെയർ, കമന്റ് ഒക്കെ ചെയ്യണം. എന്തെങ്കിലും ഇതുണ്ടെങ്കിൽ കമന്റിൽ കൂടി പറയണം. അത് പറഞ്ഞപ്പം നോക്കി ചിരിക്കുക. സ്പീഡിന് ചെയ്തോണ്ടിരിക്കുക പുള്ളിക്കാരൻ. പിന്നെ ഇത്തരം കുഞ്ഞുങ്ങളെ നമ്മൾ പ്രോത്സാഹിപ്പിക്കണം. അവര് സ്വയം ഒന്നും ചെയ്യാൻ മനസ്സ് കാണത്തില്ല. നമ്മുടെ പ്രോത്സാഹനവും അവർക്ക് കൊടുക്കുന്ന സന്തോഷവും കാര്യങ്ങളും കൊണ്ടേ ഇവര് മുകളിലോട്ട് നല്ല രീതിയിൽ വളർന്നു വരത്തുള്ളൂ. അല്ലാതെ ഇത്തരം കുഞ്ഞുങ്ങളെ നമ്മൾ ശ്രദ്ധിക്കാതിരുന്നാൽ അവർ അങ്ങനെ തന്നെ ആയിപ്പോവും. അപ്പൊ ഇത് നല്ല രീതിയിൽ ചെയ്തോണ്ടിരിക്കുക. ചിലപ്പോ ഒക്കെ തെറ്റിയും പോകും, ഇടയ്ക്ക് നോക്കുന്നുമുണ്ട്, ചിരിക്കുന്നുമുണ്ട്. എല്ലാവർക്കും ഹായ് പറഞ്ഞിട്ടുണ്ട്. എല്ലാവർക്കും വീണ്ടും ചെയ്തോണ്ടിരിക്കുന്നു. ബിരിയാണി വെച്ച് കൊടുക്കാനെല്ലാം ഞങ്ങൾക്ക് ഇടയ്ക്ക് അടുക്കളയിൽ പോകണ്ടായി. അപ്പൊ ഇങ്ങനെ ഒക്കെ കാണിക്കുന്നുണ്ട്. പകുതിയേ ആയുള്ളൂ വീണ്ടും ചെയ്യണം. പുള്ളി ചെയ്തെങ്കിലേ ബിരിയാണി വെപ്പ് വരുത്തുള്ളൂ. കുറച്ചേ ചെയ്ത് വീണ്ടും പൊക്കി കാണിക്കുന്നുണ്ട്. തീർന്നില്ല, ഇനിയും ചെയ്യണം. കുറച്ചുകൂടെ ചെയ്യണം. നല്ലപോലെ ഫിനിഷ് ആക്ക്. ഓക്കെയാ. ചെയ്യണം. എളുപ്പമാകട്ടെ. ഇച്ചിരി കൂടെ ഉണ്ട് നല്ലപോലെ. ഓക്കെയാ. ചെയ്യട്ടെ. ചിരിച്ചോണ്ടിരുന്നിട്ട് കാര്യമില്ല. അത് കഴിഞ്ഞ് ബിരിയാണിയും എല്ലാം റെഡിയാക്കി. ടിവി കാണുന്നിടത്ത് ഇരുന്ന് ചോറ് കഴിക്കണം പുള്ളിക്കാരന്. അപ്പൊ ഇച്ചിരി ദേഷ്യപ്പെട്ട് നിൽക്കുവാ, വാശി. ചോറ് ഇവിടെ ടേബിളിന്റെ പുറത്തിരുന്ന് കഴിക്കാൻ പറഞ്ഞിട്ട് അംഗീകാരമില്ല. ടിവി കണ്ട് ചോറ് കഴിക്കണം. അപ്പൊ വാശിയും പിടിച്ച് ഇങ്ങനെ ഇരിക്കുക. ടിവിയുടെ മുമ്പിൽ ഇരുന്ന് കഴിക്കണമെന്നുള്ള. ഒന്നിനും മൈൻഡ് വരുന്നില്ല. വെച്ച് കൊടുത്തിട്ടൊന്നും ഒരു മൈൻഡും ഇല്ല. വാശിയാ. എനിക്ക് ടിവിയുടെ മുമ്പിൽ ഇരുന്ന് കഴിക്കണം. നോക്കി നിൽക്കുക. അവിടോട്ട് നീക്കി വെച്ച് കൊടുക്കാൻ അവിടെ അവിടെ ഇരുന്ന് എന്തായാലും. അപ്പൊ ഒരു ബിരിയാണി കണ്ടപ്പോ ഇച്ചിരി കഴിക്കാനൊക്കെ വന്നു. അപ്പൊ വീഡിയോ എടുക്കുന്ന ആളിനെയൊക്കെ ഇങ്ങനെ സൂക്ഷിച്ച് നോക്കിക്കൊണ്ടിരിക്കുക. പുള്ളിക്ക് വാശി. ടിവിയും കാണണം, ചോറും കഴിക്കണം. വാരി കഴിക്കാൻ പറഞ്ഞിട്ട് അങ്ങനെ തന്നെ നിൽക്കുക. വാശിയൊക്കെ പതുക്കെ മാറുന്നതേ ഉള്ളു. ചോറൊക്കെ നീക്കി വെച്ചു. വീഡിയോ എടുക്കുന്ന ആള് തന്നെ ഇപ്പൊ കാണിച്ചു തരാമെന്നുള്ള മട്ടവാ. ഇപ്പൊ പതുക്കെ ചോറൊക്കെ കഴിക്കാൻ തുടങ്ങി. ഇപ്പൊ സന്തോഷമായി. ചോറൊക്കെ കഴിച്ച് വീഡിയോ എടുക്കുന്ന ആളിനെ ഇപ്പൊ എല്ലാം മാറി. ഹായും ഒക്കെ പറഞ്ഞ് ചോറ് കഴിക്കുക. ചിരിയൊക്കെയാ വന്നു. അങ്ങനെ ചോറൂണൊക്കെ നിർത്താറായി. ടാറ്റായും പറഞ്ഞ് എല്ലാവർക്കും. അടുത്തത് അതെല്ലാം കഴിഞ്ഞ് ഉച്ച കഴിഞ്ഞ് കുളിയൊക്കെ കഴിഞ്ഞ് ഇനി സന്ധ്യയായപ്പോ പള്ളിയിൽ പോകാനുള്ള തയ്യാറെടുപ്പിലെല്ലാം ഒരുങ്ങി വന്ന് നിൽക്കുക. അപ്പൊ റെഡിയായി നിൽക്കുക. പള്ളിയിൽ പോകാൻ മാപ്പായെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നു. എല്ലാം റെഡിയായി നിന്നേച്ച് ഇരിക്കുക അവിടെ നിന്ന്.
പോകാനിറങ്ങി. അപ്പൊ പോസ് ചെയ്യാൻ വലിയ ഇഷ്ടവാ ഫോട്ടോ ഒക്കെ എടുക്കാൻ. അപ്പൊ വാപ്പ വണ്ടി നീക്കി വെക്കുന്നതെല്ലാം നോക്കി നിക്കുവാ. അപ്പൊ പള്ളിയിൽ പോണമെന്ന് നിർബന്ധവാ പള്ളിയിൽ പോക്ക്. ഇനി പള്ളി വാപ്പായും മോനും കൂടെ പോവുക. പള്ളിയിൽ പോയി. അപ്പൊ പോയിച്ച് വന്നിട്ട് നിസ്കാരമൊക്കെ കഴിഞ്ഞ് പള്ളീന്ന് വന്ന് കേറി വീട്ടിലെത്തി. അങ്ങനെ ഈ വീഡിയോ തീർന്നു. അപ്പൊ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക്, ഷെയർ, കമന്റ് എല്ലാരും ചെയ്യണം മറക്കരുത്. ഓക്കെ. മോനും വന്ന് കേറി എല്ലാം റെഡിയായി. ഓ ഓക്കെ എല്ലാവർക്കും. ശരി.